ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 55. സങ്കീർത്തനം 48:2 വടക്ക് ഭാഗമാണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നതെന്ന് നാം കണ്ടതുപോലെ തന്നെ സങ്കീർത്തനം 75:6 വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. ഇങ്ങനെ സാക്ഷാൽ ഉയർച്ച എന്നത് ദൈവത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പും അനുഗ്രഹവുമാണല്ലോ. അത് ഈ പറയപ്പെട്ട 3 ഭാഗത്തുനിന്നുമല്ല വരുന്നതെങ്കിൽ പിന്നെ ഉള്ളത് വടക്ക് ഭാഗം മാത്രമാണ്. ഇങ്ങനെ ദൈവസ്ഥാനമായ സ്വർഗം വടക്കാണെന്ന് നമുക്ക് ചിന്തിക്കാം. നോക്കൂ, യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെ വായിക്കുമ്പോൾ സാത്താൻ ദൈവത്തോട് മത്സരിച്ച് പറയുന്ന വാക്കുകളെക്കുറിച്ചാണ് വേദപണ്ഡിതാക്കൾ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്: ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ സ്വർഗം, അതുപോലെ ഉത്തരദിക്ക്, ഇവയെല്ലാം മുകളിലാണെന്നും പാതാളം താഴെയാണെന്നും ഈ വാക്യങ്ങളിൽ തെളിയിക്കുകയാണ്. ഇവിടെ സ്വർഗം വടക്കാണെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം യോബിൻ്റെ പുസ്തകം 37:22 നോക്കുമ്പോൾ വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ വരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ചുറ്റും ഭയങ്കര തേജസ്സും അവിടെ കാണിക്കുന്നു. മറ്റു നിലയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ചുറ്റുമുള്ള ഭയങ്കര തേജസ് വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ വരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ഇങ്ങനെ നോക്കുമ്പോൾ സ്വർഗങ്ങൾ, അപ്പോൾ സ്വർഗം എന്ന വാക്ക് ഏകവചനത്തിലും ബഹുവചനത്തിലും പറയപ്പെട്ടിരിക്കുന്നു. ഏകവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന സ്വർഗം എന്ന വാക്യങ്ങൾ നോക്കുമ്പോൾ അവയെല്ലാം സ്വർഗസ്ഥനായ പിതാവിൻ്റെ സിംഹാസനം വച്ചിരിക്കുന്ന അത്യുന്നത സ്വർഗമാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ തന്നെ ബഹുവചനത്തിൽ പറയപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം സ്വർഗങ്ങൾ പലതുണ്ടെന്ന് തെളിയിക്കുന്നു. ഇങ്ങനെ ഏകവചനത്തിലും ബഹുവചനത്തിലും സ്വർഗം എന്ന പദം പ്രയോഗിച്ച് കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷവും അതുപോലെ മർക്കോസ്, അപ്പോസ്തല പ്രവൃത്തി, ഈ ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ മർക്കോസ് 16:19 ലൂക്കോസ് 24:51 അപ്പോസ്തല പ്രവൃത്തി 1:11 നോക്കുമ്പോൾ ഇവിടെ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പറയപ്പെട്ട സ്വർഗങ്ങൾ എന്നല്ല, സ്വർഗം അത് ഏക വചനം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അത്യുന്നത സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അതായത് ക്രിസ്തു കയറിപ്പോയത് അനാദി സ്വർഗമായ ദൈവസിംഹാസന സ്ഥാനത്തേക്ക് തന്നെയാണ് എന്നുള്ളതാണ്. അതിനെയാണ് ഇവിടെ ഏകവചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ വെളിപ്പാട് 21:2, 10 വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെയും 2 ഭാഗങ്ങളും അനാദി സ്വർഗമായ ദൈവസിംഹാസന സ്ഥാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ സ്വർഗത്തെ ബഹുവചന വാക്യങ്ങളിലൂടെയും കാണിക്കുന്നുണ്ട്. മത്തായി 6:9 എഫേസ്യർ 4:10 ദൈവം സ്വർഗങ്ങളിൽ വസിക്കുന്നു. അതോടൊപ്പം സ്വർഗസ്ഥനായ പിതാവേ എന്ന ആ വാക്കുകളിലെല്ലാം സ്വർഗങ്ങളിൽ അധിവസിക്കുന്നവനായ പിതാവേ എന്ന് തന്നെയാണ് അതിൻ്റെ വാക്യാർത്ഥം. എഫേസ്യർ 4:10 സ്വർഗത്തിന് മീതെ എന്നത് സകല സ്വർഗങ്ങൾക്കും മീതെ എന്നാണ് ഗ്രീക്കിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ സ്വർഗങ്ങൾ തന്നെയും പലതാണെന്ന് സംശയരഹിതമായി തെളിയിക്കുന്നു. ആ സ്വർഗങ്ങളിൽ ഒന്നാണ് 3-ാം സ്വർഗമായ പർദീസ എന്നത് നാം നേരത്തെ സൂചിപ്പിച്ചു. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ 2-3 വാക്കിൽ അടിസ്ഥാനമാക്കി. സ്വർഗാദി സ്വർഗങ്ങൾ എന്ന പ്രയോഗത്തിലേക്ക് നോക്കുമ്പോൾ ആവർത്തനം 10:14, സങ്കീർത്തനം 148:4, 1 രാജാക്കന്മാരുടെ പുസ്തകം 8:27, കൂടാതെ 2 ദിനവൃത്താന്തം 2:6, അതുപോലെ തന്നെ 6:18 കൂടി നോക്കുക. നെഹമ്യ 9:6 ഒരു കുറിവാക്യമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്.
ഈ വാക്യങ്ങളിൽ നിന്നും സ്വർഗങ്ങളിൽ പോലും ഉന്നതമായ ഉണ്ടെന്നും അവ തന്നെയും പലതാണെന്നും വരുന്നു. ഇങ്ങനെ സ്വർഗാദി സ്വർഗങ്ങളെപ്പോലും ദൈവം നിർമ്മിച്ചതാണെന്നുള്ളതാണ് നെഹമ്യ 9:6 പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെയാണ്, നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഉണ്ടാക്കി. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.